ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. അതിനർഹൻ മമ്മൂട്ടി തന്നെയാണ്. അന്നും ഇന്നും എന്നും അതിനർഹൻ മമ്മൂട്ടി തന്നെയാണ്. യാതൊരു മാറ്റവുമില്ല. മമ്മൂട്ടി മെഗാസ്റ്റാറായ കഥ, അതാണ് നമ്മൾ കടന്നു വരുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഒപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 55,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മളെത്തും. ഇവിടെ നമ്മൾ കാണുന്നത് ഇന്നലെ വന്നിരുന്ന ഒരു വാർത്ത തന്നെയാണ്. വേറെ ഒന്നുമല്ല, മമ്മൂട്ടി എങ്ങനെ മെഗാസ്റ്റാറായി. മെഗാസ്റ്റാർ എന്നുള്ള ആ ഒരു വിളിപ്പേര് എന്ന് മമ്മൂട്ടിക്ക് കിട്ടി. ഇതെല്ലാം ഒരു അഭ്യൂഹങ്ങളിലൂടെ നടക്കുകയാണ്. ആരാണ് യഥാർത്ഥ മെഗാസ്റ്റാർ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം പലരും സോഷ്യൽ മീഡിയയിലും എതിരാളികൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയും ടൈറ്റിൽ പറഞ്ഞ് അതിന് പേറ്റൻ്റ് എടുത്ത വ്യക്തികളുമൊക്കെ ആയിട്ട് കഥകൾ പുറത്തിറങ്ങുന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു കാര്യം പുറത്ത് വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയെ മെഗാസ്റ്റാർ എന്ന് വിളിച്ചത് സിനിമാ ലോകവും കാര്യങ്ങളും ഒന്നുമല്ല. അതൊരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം നൽകിയ ടൈറ്റിലായിരുന്നു മെഗാസ്റ്റാർ. അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിന് അർഹൻ മമ്മൂട്ടി തന്നെയായിരുന്നു. 1987 മമ്മൂട്ടിക്ക് ആദ്യമായി ആ ഒരു പേര് വീണുന്നത്. വേറെ ഒന്നുമല്ല, മെഗാസ്റ്റാർ ഈസ് ദ ടൈറ്റിൽ ഗിവൺ ടു മമ്മൂട്ടി ബൈ ഐസക് പട്ടണിപ്പറമ്പിൽ, എ ജേർണലിസ്റ്റ് വർക്കിംഗ് അറ്റ് ഖലീജ് ടൈംസ്, വെൻ ഹി ഫസ്റ്റ് കെയിം ടു ദുബായ് ഇൻ 1987. കഥ ഇത്രയും തന്നെയാണ്. മെഗാസ്റ്റാർ എന്നുള്ള ആ ഒരു പേര് മമ്മൂട്ടിക്ക് നൽകിയത് ഐസക് പട്ടണിപ്പറമ്പിൽ എന്ന വ്യക്തിയാണ്. ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം. ഖലീജ് ടൈംസ് എന്ന ഒരു പത്രത്തിന് വേണ്ടി അദ്ദേഹം അന്ന് വർക്ക് ചെയ്യുന്നു. 1987 മമ്മൂട്ടി ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ പത്രങ്ങളിൽ അടിച്ചു വന്ന ആ ഒരു ടൈറ്റിൽ തന്നെയാണ് പിന്നീട് മമ്മൂട്ടിയെ മെഗാസ്റ്റാറാക്കി മാറ്റിയത്. അതിനു മുമ്പ് മെഗാസ്റ്റാർ വിശേഷണം വേറെ ഒരു നടനും ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹം ആ ഒരു ക്ലിപ്പിങ്, ആ ഒരു പത്രത്തിൻ്റെ ആ ഒരു ആദ്യ കോപ്പി, അതിൻ്റെ കോപ്പി എടുത്ത് അതിപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് മമ്മൂട്ടിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ അഭ്യൂഹങ്ങളും കാര്യങ്ങളുമൊക്കെ മാറി. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, എന്ത് അഭ്യൂഹവും എന്ത് കാര്യങ്ങൾ നിറഞ്ഞാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ കഴിയും. മെഗാസ്റ്റാർ എന്ന് തികച്ചു വിളിക്കാൻ ഒരേ ഒരു നടൻ, അത് മമ്മൂട്ടി തന്നെയാണ്. ഇനിയും ചിരഞ്ജീവി മെഗാസ്റ്റാർ, ഇന്ത്യയിൽ ആകെ രണ്ട് മെഗാസ്റ്റാറുകളാണ്. ഒന്ന് മമ്മൂട്ടിയും ഒന്ന് ചിരഞ്ജീവിയുമാണ് ഇന്നുള്ളത്. അതിനകത്തിൽ 1988 ചിരഞ്ജീവിക്ക് മെഗാസ്റ്റാർ പട്ടം ലഭിക്കുന്നത്. അന്ന് സൽമാൻ ഖാൻ അഭിനയം തുടങ്ങുന്നേ ഉള്ളൂ. അതായത് മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ പട്ടം കൊടുത്ത, അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ കൊടുത്ത ആ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ സിനിമ തുടങ്ങിയിട്ടില്ല സൽമാൻ ഖാൻ്റെ. അതാണ് കോമഡിയായി നമുക്ക് തോന്നിയ ഒരു കാര്യം. എന്താണെങ്കിലും മമ്മൂക്ക ഇവിടെ അതിഗംഭീരനായ ആക്ടറായിട്ട് മുന്നോട്ട് കുതിക്കുന്നു. ബാക്കി പലരും തളർന്ന് പിന്നോട്ട് മാറുമ്പോൾ മമ്മൂട്ടി കുതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു വാക്കിന്, അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിലിന് അർഹൻ. കാരണം അത്രത്തോളമാണ് അദ്ദേഹം പിൽക്കാലത്ത് 87 കഴിഞ്ഞ് ഇനിയും 2027 നമ്മൾ നടക്കുകയാണ്. അന്നും മമ്മൂട്ടി പ്രഭ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ചരിത്രം പിറന്ന വഴിയിലൂടെ ചരിത്രം കുറിച്ചുകൊണ്ട് ചരിത്ര പുരുഷനായി മമ്മൂട്ടി ചരിത്രം കുറിക്കുന്ന ആ നിമിഷം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു മെഗാസ്റ്റാർ ടൈറ്റിലോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഒരു നടൻ എന്നുള്ളത് തന്നെ മതി. അതാണ് നമ്മൾ പറയുന്നത്. ഇവനാണ് നടൻ എന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും ഉള്ള ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് നമ്മൾക്ക് പറയാനുള്ളത്. മമ്മൂട്ടി തന്നെയാണ് യഥാർത്ഥ ഗംഭീര നടൻ. ചരിത്രം പിറന്ന വഴികളിലൂടെ അങ്ങനെ മുന്നോട്ട് പോയ മമ്മൂട്ടിയാണ് ഏറ്റവും വലിയ അർഹൻ ഈ ഒരു ടൈറ്റിലിന് വേണ്ടി. നിങ്ങൾക്ക് കമൻസിലൂടെ വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.